ഞാനിപ്പോൾ നിൽക്കുന്നത് ബാങ്കോക്കിലെ ചാവോ പ്രയ എന്ന് പറയുന്ന നദിക്കരയുടെ അടുത്താണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിന്നർ ക്രൂയിസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രിൻസ് എന്ന് പറയുന്ന ഒരു ഡിന്നർ ക്രൂയിസിലാണ് ഇന്നത്തെ യാത്ര. ഏകദേശം ഈ നദിക്കരയിലൂടെ 1.5-2 മണിക്കൂർ നമ്മൾ ഷിപ്പിൽ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ഈ നദി മൊത്തം കറങ്ങി നടക്കും. ബാങ്കോക്കിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ, രാത്രി കാഴ്ചകൾ, ലൈറ്റൊക്കെ ഉൾപ്പെടെയുള്ള രാത്രി കാഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്രൂയിസിലൂടെ കാണും. ഷിപ്പ് കിടപ്പുണ്ട്. നമ്മുടെ ഷിപ്പിൽ കയറുന്നതിനുള്ള എൻട്രി ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1500 ബാത്തിൻ്റെ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനകത്ത് വരുന്നത് 2 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഏത് സീറ്റാണ് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഷിപ്പിനകത്തും കയറിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഷിപ്പിനകത്ത് കയറിയതാ. C2 ലോവർ ഡെക്ക്, അപ്പർ ഡെക്ക് C2. നമ്മുടേത് അപ്പർ ഡെക്കാണ് കേട്ടോ. നമ്മുടേത് അപ്പർ ഡെക്ക് 2 ആണ്. ഇതിനകത്ത് ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. ഇവിടെ ഓരോരുത്തർക്കും ഇരിക്കാനുള്ള ടേബിളൊക്കെ സെപ്പറേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടേബിളിലാണ് പോയിരിക്കാനുള്ളത്. അപ്പോൾ ഓരോരുത്തരും കയറി വരുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. മിഡിൽ സീറ്റാണ് നേരത്തെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും നമുക്ക് സൈഡ് സീറ്റ് കിട്ടി. നമ്മളിപ്പോൾ കാണുന്നത് സീ ഹോഴ്സ് എന്ന് പറയുന്ന ഒരു ഷിപ്പാണ് കേട്ടോ. ക്രൂയിസ് ഷിപ്പാണ് കേട്ടോ. സീ ഹോഴ്സ്, കടൽ കുതിര. ഇച്ചിരി നമ്മൾ പോകുന്ന ഷിപ്പിനേക്കാളും ഭയങ്കര വലുതാണ് കേട്ടോ. എറൗണ്ട് ഒരു എത്ര ഡെക്ക് കാണും ഇതിന്? ഒരു 6 ഡെക്കെങ്കിലും ഇതിനകത്തുണ്ടാവും കേട്ടോ. അടിപൊളിയായിട്ടുള്ളത് ക്രൂയിസ് ഷിപ്പാണ്. നമ്മുടെ അവിടെയാണ് ചേട്ടൻ, നമ്മുടെ ക്രൂയിസ് ഷിപ്പിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്നു. ഇതിവിടുത്തെ ഒരു ഫേമസ് ടെമ്പിളാണ് കേട്ടോ. അതിൻ്റെ രാത്രി കാഴ്ചയാണ്. ലൈറ്റൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടി കണ്ടോ ഒരു ഷിപ്പൊക്കെ ഇങ്ങനെ, ക്രൂയിസ് ഷിപ്പ് ഇങ്ങനെ കുറേ പാസഞ്ചേഴ്സിനെ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. വന്നപ്പോൾ തന്നെ ഒരു ജ്യൂസൊക്കെ കിട്ടിയല്ലേ, അതൊന്നും ഇപ്പോൾ കുടിക്കാം കേട്ടോ. ഇതിനകത്ത് നമുക്കെല്ലാം ബൊഫേ സിസ്റ്റമാണ്. എക്സ്ക്ലൂഡിങ് ലിക്കേഴ്സ് ആൻഡ് അതെല്ലാം നമ്മൾ വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് അതുകൂടി ഇൻക്ലൂഡ് ചെയ്ത ടിക്കറ്റ് എടുക്കാം. പക്ഷെ നമ്മൾ അല്ലാതുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഷിപ്പിലെ വെറൈറ്റി ഫുഡുകളാണ് കേട്ടോ. സ്നാക്സ് ഐറ്റംസ്, കേക്ക്, പൊളിയായിട്ട് എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. ഇന്ത്യൻ നോൺ വെജ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഇന്ത്യൻ ക്രൂയിസ് ഷിപ്പാണ് എടുത്തത്. എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. ഇവിടെ റൈസ് ഉണ്ട്, പപ്പടവും ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കുറേ സലാഡ് ഐറ്റംസ്, പിന്നെ ഓണിയൻസ്, കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിക്കുക. ഇതാണ് ക്രൂയിസ് ഷിപ്പിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം കേട്ടോ. The hot bar. Okay. Oh. Yeah. അങ്ങനെ എല്ലാവരും ഷിപ്പിനകത്തൊക്കെ കയറിയിട്ട് മ്യൂസിക്കൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് മ്യൂസിക് പ്രോഗ്രാംസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഡാൻസൊക്കെ കളിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഇത് വന്നിട്ട് നമ്മുടെ ഷിപ്പിൻ്റെ തന്നെ താഴത്തെ ഡെക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും തായ് വിഭവങ്ങൾ നമുക്ക് കഴിക്കാൻ കിട്ടും. ഇവിടെ കുറച്ച് തായ് പീപ്പിൾസും പിന്നെ കുറേ ഫോറിനേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ആൾ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തായ് വിഭവങ്ങളൂടെ ഒന്ന് കഴിക്കാൻ വേണ്ടി താഴോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വെറൈറ്റി സലാഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ കുറേ സ്നാക്സ് വേറെ വെറൈറ്റി ഉണ്ട്, പിന്നെ കുറേ ഫിഷ് ഉണ്ട്. അങ്ങനെയുള്ളതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി താഴോട്ട് വന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ വെറൈറ്റി സലാഡുകളാണ്. ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. കാണാൻ തന്നെ അടിപൊളി രസമുള്ള ബൗളിലാണ് ഈ സലാഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത്. അടിപൊളി ലുക്കാണ് കേട്ടോ. ആ ബൗൾ തന്നെ കാണാൻ ഒരു പ്രത്യേക ലുക്കാണ്. ഇത് കൊഞ്ചാണ് കേട്ടോ, നല്ല വലിയ കൊഞ്ചാണ്. അതിൻ്റെ തോട് ഇച്ചിരി പൊളിച്ചെടുക്കാൻ തന്നെ ഇച്ചിരി പാടുണ്ട് കേട്ടോ. അത് പൊളിച്ചെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ സൂപ്പറാണത്. അത് പൊളിച്ചെടുക്കുന്നുണ്ടോ, അടിപൊളിയാണ്. അതിൻ്റെ സൈസ് നല്ല വലുതാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ അടിച്ച് പൊളിച്ച്, ഷിപ്പിൽ, ക്രൂയിസ് ഷിപ്പിൽ 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തു, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു, ഡാൻസൊക്കെ കളിച്ചു. ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവർ നമുക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ക്രൂയിസ് ഷിപ്പ്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ. കൂടുതലുണ്ട് കേട്ടോ, 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റീസുള്ള ക്രൂയിസ് ഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. 2 സർവീസാണ് അവർക്കിവിടെ ഉള്ളത്. ഒന്ന് വന്നിട്ട് 5:30 തൊട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയുള്ളതും, മറ്റൊന്ന് നൈറ്റും ആണ് കേട്ടോ. ബാങ്കോക്ക് നൈറ്റ് റിവർ ഇതിലുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ വരുന്നവർ ടെർമിനൽ 21 വരിക, അവിടെയുള്ള കാഴ്ചകൾ കാണുക. അതോടൊപ്പം എന്ത് ചെയ്യുക, ബാങ്കോക്കിലെ ക്രൂയിസ് ഷിപ്പും എക്സ്പീരിയൻസ് ചെയ്യാം. ഞാനിപ്പോൾ പോകുന്ന ടെർമിനൽ 21 വഴിയാണ് കേട്ടോ. അതാണ് ഈ മുകളിൽ അലങ്കാരങ്ങളും ലൈറ്റുകളും ഒക്കെ കാണുന്നത്. ടെർമിനൽ 21 അടിപൊളിയാണ് കേട്ടോ. വന്നാൽ കാണാൻ വേണ്ടി ഒരു 2 മണിക്കൂർ നമുക്ക് നടന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്.
സാധനങ്ങളൊക്കെ ഇവിടെ ഇച്ചിരി ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ കിട്ടും. നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ തായ്ലൻഡിലെ ബാങ്കോക്കിലെ രാത്രി കാഴ്ച ആയ ഡിന്നർ ക്രൂയിസ് ഷിപ്പിൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇനി തായ്ലൻഡിലെ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ, സൈനിങ് ഓഫ്.